ഇന്നത്തേത് നല്ല തിരക്കുള്ള എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പുള്ള ദിവസത്തെ രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ നമുക്ക് കുറച്ച് പാക്കേജിങ് ഉണ്ടായിരുന്നു. ഇത് മുസ്ലിംസ് തലയിലിടുന്ന കെഫിയ സ്കാർഫാണ്. നമ്മൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. നോർമൽ റെക്റ്റാങ്കിൾ ഹിജാബ് അല്ല, മറിച്ച് സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. അതൊരു ട്രയാങ്കിൾ പോലെ സെറ്റ് ചെയ്തിട്ടാണ് തലയിലിടുന്നത്. ക്രിസ്ത്യൻസും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ റെയർ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ നമുക്ക് ഓർഡേഴ്സ് വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വർക്ക്ഷോപ്പിലേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും മെറ്റീരിയൽസും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് എത്ര അറിയാവുന്ന കാര്യമായാലും നമുക്ക് കറക്റ്റായിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് അവിടെ ചെന്ന് നല്ല പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ സ്കൂളിലെ കുട്ടികളും കൂടെയാണ്. ഒരു 3 ഡേയ്സിലേക്കുള്ള വർക്ക്ഷോപ്പാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിലേക്കുള്ള മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷനായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് കുക്കിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഇതേപോലെ 2 പാനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ എന്താണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പൊതുവെ സെറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് ഫ്രൈഡേയ്സ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കുറച്ചൊരു സ്പെഷ്യൽ ആക്കാമെന്ന് കരുതി. പക്ഷെ എന്നാലും അതൊരു 1 പോട്ട് കുക്കിംഗ് അല്ലെങ്കിൽ 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ വളരെ ഈസി ആയിട്ട് 1 പോട്ട് റെസിപ്പീസ് അല്ലെങ്കിൽ റൈസ് കുക്കർ റെസിപ്പീസൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് കുക്കിംഗ് എപ്പോഴും സെക്കൻഡറി ആണ് വരുന്നത്. എന്നാലും നമ്മൾ കുക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മസാലകളും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. മസാലകളെല്ലാം ഒന്ന് മൂടി വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ചേർക്കുക. ബസ്മതി റൈസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ബസ്മതി റൈസ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഗ്ലാസ് ബസ്മതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. 4 ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു 1/2 kgയെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ചിക്കനും റൈസും ഒക്കെ പെർഫെക്റ്റ്ലി കുക്കഡ് ആയിട്ട് വരും. ബിസി മോർണിംഗ്സിലൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കുറച്ചൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ മുകളിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി വർക്ക്ഷോപ്പിലേക്ക് പോകാം. വർക്ക്ഷോപ്പ് നമ്മൾ സ്കൂളിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളും കൂടെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് നാളെ ആവാം കേട്ടോ.